ലോങ് സ്വിങ് ഉണ്ടായിരുന്നു. ഇതിൽ ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. അങ്ങനെ കുറേ നേരം അതിൽ കുറച്ച് നേരം കളിച്ച് ഒക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഫുള്ള് പാട്ട് വയ്ക്കലും ഫുള്ള് ഡാൻസിങ്ങും അങ്ങനെ ഫുൾ എൻജോയിങ് ആയിരുന്നു കുറേ നേരത്തിന്. നമ്മൾ കിടക്കാൻ തന്നെ ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു, 1:30-2 മണി ആയിട്ടുണ്ടാവും. നമ്മൾ ഫുള്ള് ഭയങ്കര വൈബായിരുന്നു. ഇവിടെ ഒരാൾ അതിനേക്കാളും വലിയ വൈബിൽ ഇവിടെ ഫുള്ള് അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നിട്ട് ഫുള്ള് സർക്കസാണ്, നമുക്ക് ആ പരിപാടി അല്ലാതെ വേറെ ഒന്നും അറിയില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ എല്ലാ കുരുത്തക്കേടും അവിടെ വന്നിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ കിടന്നത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. നല്ല ഉറക്കം ഉറങ്ങി. പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് വേഗം സ്കിൻ കെയർ ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിച്ച് വന്നതും നേരെ തന്നെ ഫുള്ള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം സെറ്റായി പാക്കിംഗ് ഒക്കെ തുടങ്ങി. കാരണം നമുക്ക് 11 മണിക്കായിരുന്നു ചെക്കൗട്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഫുൾ പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി എല്ലാം സെറ്റായിരുന്നു. അപ്പോൾ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള പട്ടി ഷോണി കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2 ടൈമിലുള്ള ഫുഡായിരുന്നു നമുക്കവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഡിന്നറും ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഈവനിങ് ടീ ഓർ കോഫി ഉണ്ടാവും. ഇതായിരുന്നു നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോംപ്ലിമെൻ്ററി ഫുഡ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ മോർണിംഗ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നല്ല രസമുള്ള ക്ലൈമറ്റ് ആയിരുന്നു. വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു മോർണിംഗ് ഒക്കെ. അതുപോലെ തന്നെ നൈറ്റ് നല്ല തണുപ്പായിരുന്നു. ആ തണുപ്പിൽ നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ മണ്ണാർക്കാട് എത്തിച്ചാണ് നമ്മുടെ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ പൽമാസയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പുള്ളോത്തിയുടെ പൽമാസയിലായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല ആംബിയൻസ് ഉള്ള നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മളവിടെ മന്തിയാണ് കഴിക്കാമെന്ന് വിചാരിച്ചത്. ചിക്കൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പെരി പെരിയാണ്, അത് മാത്രമേ ഓർമ്മയുള്ളൂ. നല്ല ടേസ്റ്റുള്ള അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുൾ യമ്മി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഫുഡ് വയറ് നിറച്ച് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. കുട്ടി കുട്ടി ക്ലിപ്സ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു മിനി വ്ളോഗ് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ടാറ്റാ ബൈ.